നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുമോ എന്നെങ്കിലും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുമോ. അപ്പോൾ നമ്മൾ നോക്കുക അവരുടെ പേഴ്സൺ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും. അതാണ് ഈ കാർഡ്സ്. ഇപ്പോഴത്തെ അവരുടെ എനർജി 1, 2, 3 ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് എല്ലാവർക്കും ചെയ്യില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി, റീഡിംഗ് എടുക്കാം. അപ്പോൾ അവരുടെ ഓവറോൾ എനർജി, പിന്നെ തേർഡ് പാർട്ടിയോട് അവർക്കിപ്പോൾ എന്താണ് ഫീലിങ്സ്, പിന്നെ അവർ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ്, അവരെന്താണ് കാരണം, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം എന്താണ്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്, പിന്നെ അവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്, നിങ്ങളോടുള്ള ആക്ഷനോ തേർഡ് പാർട്ടിയോടുള്ള ആക്ഷനോ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്. അപ്പോൾ ആൾക്കാർ റിക്വസ്റ്റ് ഉള്ളത് അയച്ചോളൂ. ജനറൽ റീഡിങ്ങിൽ പറ്റുന്ന റീഡിങ് നമുക്ക് എടുക്കാം. എല്ലാ റീഡിങ്ങും ജനറൽ റീഡിങ്ങിൽ ഇടാൻ പറ്റില്ല, എല്ലാ തരം സിറ്റുവേഷൻസും കേട്ടോ. അപ്പോൾ റിക്വസ്റ്റ് അയക്കാനുള്ളത് അയച്ചോളൂ. ഞാൻ നോക്കിയിട്ട് അത് എന്താന്ന് വെച്ചാൽ അയക്കാം. അപ്പോൾ ഡിവോഴ്സിൻ്റെത് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഇട്ടു, പക്ഷെ അധികം ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല അത്. അപ്പോൾ അങ്ങനെയുള്ള റീഡിങ്സ് ഞാൻ ഇനി ഇടില്ല, കാരണം അധികം ആർക്കും ഉപയോഗം വരുന്നില്ല അത്. ആൾക്കാർക്ക് അവരുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന്, കറണ്ട് സിറ്റുവേഷൻ അറിയാനാണ് ആൾക്കാർക്ക് ആഗ്രഹം. അപ്പോൾ റീകൺസിലിയേഷൻ ഉണ്ടാകുമോ എന്ന് അറിയണം. അപ്പോൾ അങ്ങനെയുള്ള ഡിവോഴ്സിൻ്റെ സിറ്റുവേഷൻസും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പേഴ്സണലായ കാര്യങ്ങളാണ്. അത് വളരെ മൈനോറിറ്റിക്കുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാനേ പറ്റുള്ളൂ. അത് ഇന്നലത്തെ നമ്മൾ റീഡിങ് ഇട്ടപ്പോൾ അത് കണ്ടു. ആർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കരിയറിലെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഡിവോഴ്സിൻ്റെ അടുത്തേക്ക് പോയ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ അധികം ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല അതിൽ കേട്ടോ. അപ്പോൾ ആ റിക്വസ്റ്റ് അയച്ചോളൂ, ഞാൻ അത് നോക്കിയിട്ട് റീഡിങ് ഇടാം കേട്ടോ. അപ്പോൾ റീഡിങ് സെലക്ട് ചെയ്തോ, നിങ്ങൾ കാർഡ്സ് സെലക്ട് ചെയ്തോ. നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ് മാറ്റി വയ്ക്കാം. ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്ത് മെസ്സേജാണ്, ഓറക്കിൾ മെസ്സേജാണ് ഭഗവാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? സാക്രിഫൈസ്, ഓക്കെ, ഹലാല പോയ്സൺ, പിന്നെ മിസ്റ്റേക്സിൻ്റെ രണ്ടും കുറച്ച് ഇതുള്ള സീരിയസ് ആയ കാർഡുകളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്പിരിച്വലി നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ, ഇതാണ് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള സമയം. കുറ്റബോധം മാത്രമോ അല്ലെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു ചിന്തയോ അത് മാറ്റി തെറ്റുകൾ സ്വയം ബോധ്യപ്പെടണം നമുക്ക്. ഓക്കെ, ഞാനാണ് ഇവിടെ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെയും കുറച്ച് തെറ്റുകളുണ്ട്, എൻ്റെ അടുത്ത് നിന്നും കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഈ സിറ്റുവേഷന്, മനസ്സിലായി എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും ഗുണത്തിന് വേണ്ടി നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ചില ടോക്സിക് സിറ്റുവേഷൻസ് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നും കൂടി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിപ്സി ഓറക്കിൾ കാർഡ്സ്, ഇത് കാർഡുകളാണ്, കുറേ ആളുകളും സിറ്റുവേഷൻസും ഒക്കെയാണ് വരിക. അപ്പം ഞാനത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഞാൻ ഏത് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്, വളരെ ക്ലിയർ ആയിട്ടുള്ള കാർഡുകളാണ്, ഏത് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈസി ആവും.
അപ്പോൾ എത്ര കാർഡ്സാണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കാർഡ് വീഴുമെന്ന് നോക്കാം. മിക്കവാറും കാർഡ് വീഴാറില്ല. ഓക്കെ, കുറച്ച് കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് തോട്ട്സ്, ചിന്തകൾ. രണ്ടാമത്തത് സൈ, നെടുവീർപ്പിടുക. മൂന്നാമത്തെ കാർഡ് പറയുന്നത് ലവ് ആണ്. ഓക്കെ, ലവിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു സ്കോളർ, ഒരു പ്രൊഫസർ, ടീച്ചർ, പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ ടീച്ചർ ആകുമ്പോൾ പഠിപ്പിക്കുന്ന ഒരാളുടെ വന്നിട്ടുണ്ട്. പിന്നെ ഹോപ്പ്, പ്രത്യാശ. പിന്നെ ഫ്രിവിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഷോ ഓഫ് ആയ ആളുകൾ, ജാട, അതിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ജേണി, ഒരു യാത്ര, ഒരു നീണ്ട യാത്ര. ഇത്രയും കാർഡ്സാണ് നിങ്ങളുടെ റീഡിങ്ങിൽ വന്നേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഞാനിത് കാരണം പലർക്ക് പല സിറ്റുവേഷൻ ആയിരിക്കും. കുറച്ചധികം കാർഡ്സ് വന്നു ഭഗവാനെ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ക്വീൻ ഓഫ് കപ്സ്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ സാധാരണ ഇതൊരു വളരെ ഷൈ ആയ ഒരു എനർജിയാണ്. ഒരു ക്വീനാണ്. ഫീമെയിൽ എനർജി ആവാം, അല്ലെങ്കിൽ മാസ്കുലിൻ ആണ്, പക്ഷെ ഒരു കൂടുതലും സ്ത്രൈണതയുള്ള ഒരു എനർജിയും ആവാം ഇത്. അപ്പോൾ ഇവിടെ ഈ വളരെ ഷൈ ആണ് ഈ ക്വീൻ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, വാട്ടർ സൈൻ ആണ്. സ്നേഹം അങ്ങനെ തുറന്നൊന്നും പറയാനോ കൊട്ടിഘോഷിക്കാനൊന്നും അറിയില്ല. അത് ഉള്ളിൽ വയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. അത് റിവേഴ്സ് വന്നപ്പോൾ ഒന്നില്ലെങ്കിൽ ആരോടാണോ ആ ഫീലിംഗ് ഉണ്ടായത് ആ ഫീലിംഗ് പോയി. അതല്ലെങ്കിൽ ഈ പേഴ്സൺ ഉള്ളിൽ മറച്ചു വെച്ച കാര്യങ്ങൾ, സ്നേഹം പുറത്ത് 4 പേര് അറിയിക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നേക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ റിവേഴ്സ് വന്നേക്കുന്നത്? ഇതൊരു നിരാശയുടെയും കൂടെ ഒരു കാർഡാണ് കേട്ടോ. സ്നേഹത്തിൽ വളരെ നിരാശയുള്ള പോലെ. ഇവിടെ 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ഒന്ന് 10 ഓഫ് സ്വേർഡ്സ്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയ ഒരു എൻഡിങ്. വളരെ ദുരിതപൂർണമായ റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ അത് അവസാനിച്ചു. അങ്ങനെ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായ ദുരിതപൂർണമായ, ഇനി അത് ദുരിതം ഇതിൽ കൂടുതൽ വേഴ്സ്റ്റ് ആവാൻ ഒരു വഴിയുമില്ല. അത്രയും വേഴ്സ്റ്റ് ആണ് സിറ്റുവേഷൻ എന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. അതൊരു തേർഡ് പാർട്ടി കണക്ഷനും കൂടെ ആകും. അത് ഷെയർ ചെയ്യുക എന്നൊരിതാണ്. എന്നുവെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുമ്പോൾ വേറെ ആരോ ആയിട്ട് സ്നേഹം, പൈസ, സമയം എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരാഗ്രഹം. അപ്പം ഇവിടെ വിശ്വസിച്ച ആരോ ചതിച്ചിട്ട് ആ ചതിയിൽ നിന്ന് വന്ന ഒരു ദേഷ്യം, ഒരു വൈരാഗ്യത്തോടു കൂടി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും കൂടി ആവാം കേട്ടോ. നോക്കാം നമുക്ക് എന്താണെന്ന്. അപ്പോൾ അടുത്തത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? ഇപ്പോൾ എന്താണ് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പിയാണ്. ആദ്യം ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ റിജക്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ എക്സ്പീരിയൻസസ് ഈ പേഴ്സണെ പഠിപ്പിച്ചു. അമിതമായി ആരെയും വിശ്വസിക്കുന്നതും അമിതമായി ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതും ശരിയാവില്ല. അത് റിലേഷൻഷിപ്പിൽ അത് നമുക്ക് നല്ലതിനല്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഹാപ്പിനെസ്, ആദ്യം സങ്കടമായിരുന്നു, കുറേ സ്നേഹിച്ചു, കുറേ എക്സ്പെക്റ്റ് ചെയ്തു, കുറേ നൽകി, പക്ഷേ അതൊന്നും ഗുണമുണ്ടായില്ല ഈ പേഴ്സണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു തിരിച്ചറിവായി എനിക്കും സന്തോഷം വേണം എന്ന ചിന്ത കൊണ്ടാണ് തേർഡ് പാർട്ടിയോട് കൂടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ പ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, കുറേ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു, ഒരു രക്ഷയില്ലാതെന്ന് വന്നപ്പോഴാണ് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫ് ഇപ്പം മാറി. ആദ്യം ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു, പക്ഷേ തേർഡ് പാർട്ടിയോട് സംസാരിക്കാനും അവരോട് ഇടപെടാനും തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, അതാണ് സോഡിയാക് സൈൻ ഇവിടെ വന്നേക്കുന്നത്. പേഴ്സൻ്റെ ലൈഫ് മാറി, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇത് കാണിക്കുന്നത്. ആ പേഴ്സൻ്റെ സമയം മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോഴാണ് ഈ പേഴ്സണ് സന്തോഷം കിട്ടിയതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊരു റിലേഷൻഷിപ്പ് തുടങ്ങിയത്? നിങ്ങളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണ് തേർഡ് പാർട്ടിയോട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയതെന്നാണ് പറയുന്നത്. ആദ്യം റെസിസ്റ്റ് ചെയ്യാൻ നോക്കി തേർഡ് പാർട്ടിയും. ആദ്യം ഓക്കെ ഇങ്ങനെ തന്നെ പോട്ടെ, കുഴപ്പമില്ല, ഇതെൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുമോ എനിക്ക് അതിന് യോഗമില്ലാത്തത് കൊണ്ടാണോ അല്ല എന്നെ സ്നേഹിക്കാത്തതെന്ന്, മനസ്സിലായി എന്ന് പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നം എന്നറിയില്ല എനിക്ക്. എന്തായാലും ഇവിടെ കാണിക്കുന്നത് പേഴ്സണിന് മനസ്സിലായി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ സ്നേഹവും അറ്റൻഷനും ഒന്നും ഈ പേഴ്സണ് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു സൈക്കിളായിരുന്നു, അതിനകത്ത് പെട്ട് അങ്ങനെ വട്ടം ചുറ്റി നടക്കുകയായിരുന്നു പേഴ്സൺ. പിന്നെ അത് ബ്രേക്ക് ചെയ്തു പേഴ്സൺ, എന്നിട്ട് ആണ് തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നത്. നോക്ക്, ഇതുണ്ടോ, മൂവിങ് ഓൺ ആണ്, ലീവിങ് ബിഹൈൻഡ്. തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാൻ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു മദർ എനർജി കാണിക്കുന്നുണ്ട്. വളരെ റൂഡായ, വളരെ സെൽഫിഷായ ഒരു ഫീമെയിൽ എനർജിയാണിത്. റിവേഴ്സാണ്. എംപ്രസ് ആണെങ്കിൽ അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല എനർജിയാണ്, എല്ലാവരോടും മാതൃത്വം കൂടുതലുള്ള ഒരു എനർജിയാണ്. റിവേഴ്സ് വന്നാൽ അതുപോലെ തന്നെ വേഴ്സ്റ്റ് ആണ് ആ എനർജി. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയോ അവർക്ക് വളരെ സ്ട്രോങ് ആയ ഒരു ഹോൾഡ് ഉണ്ട്. അവരുടെ പറയുന്ന അനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയപ്പോൾ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവിടെ ഒന്നും ഇനി നടക്കാനില്ല, പോസിറ്റീവായി ഒന്നും വരാനില്ല എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, സ്കോർപിയോ ആണ് സോഡിയാക് സൈൻ ഇവിടെ വന്നേക്കുന്നത്. ഇനി തേർഡ് പാർട്ടിയുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ലൈഫിൽ സമാധാനം തിരിച്ചു പിടിക്കാനാണ്. ഇപ്പോൾ ഓവർ കമ്മിറ്റഡ് ആണ്. ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഈ പേഴ്സണ് ഒരു കാര്യം ചെയ്യുമ്പോൾ 100 പേരുടെ അഭിപ്രായങ്ങൾ അവിടെ വരണം, 300 പേര് അഡ്വൈസ് ചെയ്യുന്നു, മനസ്സിലായോ? ഒരു സമാധാനമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്, ഒരു ഡയറക്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കൊരു എയിമുണ്ട്. നമ്മൾ വിവാഹം കഴിച്ച് നമുക്ക് കുട്ടികളും ഭാര്യയൊക്കെ ആകുമ്പോൾ നമുക്കൊരു എയിമുണ്ട്, അവരുടെ സന്തോഷം, ഒരു വീടുണ്ടാക്കണം, അങ്ങനെ പോകും. പക്ഷെ ഇവിടെ അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഈ പേഴ്സൺ ഇല്ലാത്ത പോലെ, പേഴ്സണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പേഴ്സണ് പ്ലാൻ ചെയ്യാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു എയിമില്ല ഈ പേഴ്സൻ്റെ ലൈഫിൽ. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി കുറച്ചും കൂടെ മോഡേണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു എനർജിയാണ്. അതുപോലെ ഈ പേഴ്സണെ അഡ്വൈസ് ചെയ്യുന്ന, ഈ പേഴ്സൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ടായിരുന്ന, പിന്നെ തേർഡ് പാർട്ടി കുറച്ചും കൂടെ ഇൻ്റലക്ച്വൽ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സണെ കുറ്റപ്പെടുത്താതെ ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിനകത്തുള്ള തെറ്റും ശരിയും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായിരുന്നു ഈ പേഴ്സണ് ആഗ്രഹമുണ്ടായിരുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്ലാൻ ചെയ്യാനുമൊക്കെയുള്ള ഫ്രീഡം ഉണ്ട്. അതായിരുന്നു ഈ പേഴ്സൺ അത്യാവശ്യം. ഇതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട്
നിങ്ങളുടെ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് പേഴ്സൻ്റെ ആവശ്യമില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്, വളരെ പ്ലാനിങ്ങോട് കൂടി. അതുപോലെ തന്നെ കരിയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ. കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെൽഫ് സഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് രണ്ടാമതൊരാളുടെ ആവശ്യം വരുന്നില്ല. പക്ഷേ എല്ലാ കാര്യവും നോക്കി നടത്താൻ ആളുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക? കാരണം അവരുടെ പൈസ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നടത്തിയെടുക്കാം. ആ ഒരു ഫ്രീഡം കയ്യിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പുകൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. ആരും അഡ്ജസ്റ്റ് ചെയ്യാനോ കോംപ്രമൈസ് ചെയ്യാനോ ഒന്നും റെഡിയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, സഹായിക്കാൻ ആളുണ്ട്, മനസ്സിലായി, പലയിടത്തു നിന്നും നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോ ഒരു വിലയുമില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കുന്ന, ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും കൊടുക്കുന്ന വില നിങ്ങൾ ഈ പേഴ്സണ് കൊടുക്കുന്നില്ല. ഇതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? കാർഡ് വന്നു. ഈ പേഴ്സൺ ഇനി ഉഴപ്പാനാണ്, ഇനി പുറകോട്ട് വരില്ല. ഇനി റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ളത് ചിലപ്പോൾ ലീഗൽ ആയതുകൊണ്ട് അതിൽ നിങ്ങൾ പേഴ്സണായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. പേഴ്സൺ ഇനി ഫ്രീഡത്തിന് പുറകെ പോകാൻ പോവുകയാണ്. ഇപ്പോൾ ഉള്ള പ്രാരാബ്ധമെല്ലാം ഇറക്കി വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ കൂടുതൽ ഫ്രണ്ട്സ്, ഇനിയിപ്പം ചിലപ്പോൾ പഴയ ഫ്രണ്ട്സായിട്ടൊന്ന് കോൺടാക്ട് ഉണ്ടായി. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലായിരിക്കാം, മനസ്സിലായി. അതൊക്കെ ആ പഴയ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കണം, പഴയ ഫ്രണ്ട്സിനെ എല്ലാം കണ്ടുപിടിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഒരു തുടക്കം മാത്രമാണ്. പേഴ്സൺ ഇനി മുമ്പോട്ടാണ് പോകാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ റെസ്ട്രിക്ഷൻസിലേക്ക് ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കുന്ന കാര്യമൊന്നും ഈ പേഴ്സൺ സംസാരിക്കുന്നേ ഇല്ല, മനസ്സിലായി. പക്ഷേ ഈ പേഴ്സന്റെ സന്തോഷം, സമാധാനം എവിടെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായി. എന്താണ് ഈ പേഴ്സണ് സമാധാനവും സന്തോഷവും മീൻസ് കൊടുക്കുന്നത് എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ട് ഈ പേഴ്സൺ ഇനി മുമ്പോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം അതാണ് കാണിക്കുന്നത്. ഓക്കെ, സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. കാർഡ്സ് കുറേ ഉള്ളതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ വീഡിയോയിൽ നിൽക്കില്ലല്ല 3 റീഡിങ്ങും കൂടെ. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ ഇവിടെ ക്ലാരിഫിക്കേഷൻ്റെ കാര്യമില്ല, കാർഡ്സ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ്റെ അത്യാവശ്യം ഇവിടെ ഇല്ല. ക്ലാരിഫിക്കേഷൻ നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഇവിടെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നത്, കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിന് നമുക്ക് ഓറക്കൽ മെസ്സേജാണ് ആദ്യം നോക്കണ്ടേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. ഒരു ഷഫിളും കൂടി ചെയ്തിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, സ്പിരിച്വലി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഇത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഉപേക്ഷിക്കുമോ, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, 2 കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. പറഞ്ഞ കാണിച്ചാണ്. ഇനി വേറെ എന്തെങ്കിലും വരുമോ നോക്കാം. ഓക്കെ, 2 കാർഡാണ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഓവർ ബേർഡൻഡ് ആണ് നിങ്ങളെന്ന്. നിങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്നതിലും കൂടുതലായ ഭാരമാണ് നിങ്ങൾ മുതുകിലേറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ
ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു കാര്യവും സമയത്തിന് തീർക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനും സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഈ ഇപ്പോൾ കൂടുതൽ പ്രാരാബ്ദം എടുക്കുന്നത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവരോട് എങ്ങനെ നോ പറയുന്നത്. പക്ഷേ അവസാനം നിങ്ങൾ ഈ കുടം കമിഴ്ത്തി കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ആർക്കും ഗുണമില്ല, ചീത്തപ്പേര് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നത് പറ്റില്ല എന്ന് തന്നെ പറയുക. രണ്ടാമത്തത് ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിരിക്കും, ശുഭാപ്തി വിശ്വാസം കുറവായിരിക്കും, എപ്പോഴും ഉള്ളിൽ എന്താ പറയുക ഒരു വിശ്വാസമില്ലായ്മ, പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, പിന്നെ എപ്പോഴും ആദ്യമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ ടോക്സിക് ആയ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡീടോക്സിഫൈ ചെയ്യണം എന്ന് പറയുന്നത്. ഡീടോക്സിഫൈ എന്ന് പറഞ്ഞാൽ എന്താ ഭക്തി കൊണ്ടും എന്താ പറയുക വിശ്വാസം കൊണ്ടും ഈശ്വരാരാധന കൊണ്ടും നിങ്ങൾക്ക് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ യോഗയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊന്ന് നോക്കണം. ഇവിടെ രുദ്രാക്ഷമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ജിപ്സി ഓറക്കിൾസിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ജിപ്സി ഓറക്കിൾസ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ജിപ്സി ഓറക്കിൾസ്? ഈ ജിപ്സി ഓറക്കിൾസ് നമ്മൾ പറയുമ്പോൾ ഇത് ജിപ്സികളാണ്, ഈ കാർഡ്സ് ആണ്. അവർ ടാരോ റീഡിങ് അത് ഫ്യൂച്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ്. അവർ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കാർഡ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ കാർഡിനും ഓരോ അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനത് കാർഡ്സ് എന്താണ് വരുന്നതെന്നാണ് നിങ്ങളോട് പറയാം. അപ്പോൾ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും എന്തൊക്കെ കാർഡ്സാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആയിരിക്കണം. ഒരാളുടെ ഫോൺ കോൾ, ഒരു മെസ്സേജ്, ഒരു റൂമർ കേൾക്കാനിട വരിക, ഒരു ന്യൂസ് കേൾക്കാനിട വരിക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഒരു ഒരു വെഡിങ് ഇൻവിറ്റേഷൻ, എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കാർഡ്, അങ്ങനെയൊക്കെ. രണ്ടാമത്തത് ഒരു മിസ്ഫോർച്യൂൺ, ഒരു ചീത്ത സംഭവം നടക്കുക. ഇവിടെ ഒരു വീടിന് തീ പിടിക്കാനകത്തുന്ന ആൾക്കാർ ടവർ മൊമെന്റ് പോലെയാണ്. അപ്പോൾ എന്തോ ഒരു ടവർ മൊമെന്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അതിൽ കൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ ഉള്ളത് മണി, കുറേ പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഇതൊരു മാലഡി, ഒരു കിടപ്പ് രോഗിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് കുറേ പണം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനോ കുറേ നാശമുണ്ടായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് കുറേ പണം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കുറേ പണം കിട്ടി, നിങ്ങൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ലോഡിനെ കാണിക്കുന്നുണ്ട്, വളരെ അഹങ്കാരമുള്ള, നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. ഒത്തിരി നിറച്ച് പൈസയുള്ള ഒരു എനർജിയാണത്. പിന്നെ പ്ലഷർ സീക്കേഴ്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, ആരായാലും അവരുടെ കൂടെ കുറേ സിൽബന്ധികളുണ്ടാവും. ഇവരുടെ എന്താ പറയുക, ഈ ക്രീപ്പേഴ്സ് പോലെ നമ്മുടെ മരത്തിലൊക്കെ ഉണ്ടാവില്ലേ ക്രീപ്പേഴ്സ്, ആ മരത്തിൻ്റെ സത്ത് ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ആളുകളും നിങ്ങളുടെ ലൈഫിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഒരു റിയൂണിയൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പഴയ ഫ്രണ്ട്സിനെയോ പഴയ ബോയ് ഫ്രണ്ടിനെയോ ഈ പേഴ്സൺ തന്നെയോ ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്റ്റിലാണ്, ഇപ്പോൾ ഒരു റിയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചത്. ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നത്. ഭഗവാനെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ സക്സസിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. ഇഷ്ടം പോലെ പണം, പേര്, പ്രശസ്തി, ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരു രാജാവാണത്, അധിപൻ, എന്തോ ഒരു ഇഷ്ടം പോലെ ഭൂസ്വത്തുക്കളുള്ള ഒരു കമ്പനിയുടെ ഓണറാണ്, ഭയങ്കര ഫേമസ് ആയ ആളാണ്, ഇഷ്ടം പോലെ പണമുണ്ടെന്ന് എല്ലാവരും അറിയുന്ന ഒരാളെ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡാണിത് അല്ലേ, നിങ്ങളുടെ പേഴ്സണാണിത്. ഹസ്ബൻഡ് ആവണമെന്നില്ല, റിലേഷൻഷിപ്പിലും ആകാം. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം.
നൈറ്റ് ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ പ്രത്യേകത വളരെ ക്ഷമയുള്ള, വളരെ കാൽക്കുലേറ്റീവായ, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഇത്രയും പവർഫുള്ളായിട്ട് ഇത്രയും സക്സസ്ഫുൾ ആവുന്നത്. എടുത്തുചാട്ടക്കാരൊന്നും ഇത്രയും ദൂരത്തിൽ ഉയരത്തിൽ എത്താൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും നമ്മളുടെ രത്തൻ ടാറ്റ സാറിൻ്റെ കാര്യമാണ് എപ്പോഴും ഓർക്കുക. വളരെ സക്സസ്ഫുൾ ആണ് ആ പേഴ്സൺ. വളരെ എല്ലാവരെയും വളരെ വളരെ ക്ഷമയുള്ള ആളാണ്. വളരെ കൺട്രോൾഡ് ആയ സ്വഭാവമുള്ള ആളാണ്. ആരോടും ദേഷ്യപ്പെടുകയോ, എന്നാൽ ദേഷ്യം വരാതിരിക്കുകയല്ല, വഴക്ക് പറയുകയും ചെയ്യും. പക്ഷെ ആ ഒരു ഗ്രഡ്ജ് ഉള്ളിൽ വെച്ചോണ്ടിരിക്കാത്ത, മനസ്സിലായ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. അപ്പോൾ അതുപോലത്തെ ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത്. വളരെ പവർഫുള്ളാണ്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയ ഒരു എനർജിയാണ്. ഒട്ടും മീൻസ് ഒട്ടും എടുത്തുചാട്ടമില്ലാത്ത, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാതെ, മാക്സിമം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക. ഇപ്പം ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും. അല്ലാതെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് പോകുന്ന സ്വഭാവമല്ല ഈ പേഴ്സൺ എന്ന് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് ആ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത് ഇവിടെ. പിന്നെയുള്ളത് അക്വേറിയസ്, ലിബ്ര, ജെമിനിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? ഈ പേഴ്സണ് തേർഡ് പാർട്ടിയും നിങ്ങളും റിലേഷൻഷിപ്പ് എല്ലാം ഈ പേഴ്സണ് അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു റിലേഷൻഷിപ്പും ആ പേഴ്സൺ തലയിൽ കയറ്റി വെക്കില്ല. എന്നാലും അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന റെസ്പെക്റ്റ് ഈ പേഴ്സൺ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും വിലയും കൊടുക്കും ആ റിലേഷൻഷിപ്പിന്. പക്ഷെ ആരെയും ഈ പേഴ്സൻ്റെ തലയിൽ കയറിയിരിക്കാൻ ഈ പേഴ്സൺ സമ്മതിക്കില്ല. അപ്പം നമ്മൾ തേർഡ് പാർട്ടിയോടുള്ള ഈ പേഴ്സൻ്റെ ഫീലിങ്സ് ആണ് നോക്കുന്നത്. തേർഡ് പാർട്ടിയോട് ഭയങ്കര പാഷനറ്റ് ഫീലിങ്സ് ആണ് ഈ പേഴ്സണ്. പിന്നെ ഈ പേഴ്സണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ വെറും ഒരു ഈ എന്താ പറയുക താൽക്കാലികമായിട്ടുള്ള ഒരു അത്താണിയാണ്. മനസ്സിലായി? ഈ പേഴ്സൺ പുറമേ കാണിക്കുമ്പോൾ ആവശ്യങ്ങളൊന്നും പറയാത്ത ഒരാളായിരിക്കാം. റിലേഷൻഷിപ്പിൽ അധികം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. മനസ്സിലായോ? ലീഗലാണ് എങ്കിലും മാത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ പേഴ്സൺ മാരീഡ് ആയ ഒരു എനർജിയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡാണ്, വൈഫാണ് ആരുടെയെങ്കിലും, അങ്ങനെയാണെങ്കിൽ ആ ലീഗൽ ബോണ്ടിങ്ങിനോട് വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന, വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു എനർജിയാണിത്. അല്ലാതെ റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാവരോടും ഈ പേഴ്സണ് വിശ്വാസമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പേഴ്സൺ ഒരു ആവശ്യത്തിൽ കൂടുതൽ വില ആർക്കും കൊടുക്കാറില്ല. ആവശ്യത്തിൽ കൂടുതൽ സമയമോ സ്നേഹമോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനും റെഡിയല്ല ഈ പേഴ്സൺ, കേട്ടോ. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ വളരെ പാഷനറ്റ് ആണ് തേർഡ് പാർട്ടി, പുതിയ തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അതിനർത്ഥം ഈ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടികൾ വന്നും പോയിരിക്കുന്നുണ്ട്. അതൊന്നും ഈ പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടത്ര നാൾ നിൽക്കുക, പോകണ്ട അപ്പോൾ പോവാം. ഈ പേഴ്സൺ അവരെ പിടിച്ചു നിർത്താൻ നോക്കാറില്ലെന്നാണ്. അതേപോലെ തന്നെ ഒരേ സമയം പലരുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ഒരു എനർജിയും കൂടിയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു തേർഡ് പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അത് ഈ പേഴ്സൻ്റെ ചില സമയത്ത് ഇപ്പം വളരെയധികം തിരക്കുള്ള, വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്ക് ചില സമയത്തൊരു ബ്രേക്ക് വേണ്ടി വരും, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അത് മാത്രമാണ് ഈ തേർഡ് പാർട്ടി. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ പലരുമായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുമായിട്ടും പല ഐഡിയാസ് കിട്ടാനുള്ള ഒരു ചാൻസ്. കാരണം കൂടുതൽ കുറച്ച് സംസാരിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പോൾ ആളുകളോട് പെടുന്നത് എല്ലാവരോടും സജഷൻസ് ചോദിക്കും, എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കും, എല്ലാവരിൽ നിന്നും എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ട് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്നും എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതാണ് തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടി പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ, കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി അങ്ങനെയാണ് കാണുന്നത്, അല്ലാതെ ഇവിടെ സ്നേഹമൊന്നും കാണുന്നില്ല. ഈ പേഴ്സൺ അങ്ങനെ സ്നേഹിക്കാൻ, ചിലപ്പോൾ ഈ പേഴ്സൺ ചെറുപ്പത്തിലെ ആരെങ്കിലും സ്നേഹിച്ചിട്ട് അവരെ ഹേർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഹേർട്ട്, ചിലർ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം ഗുരു എന്ന് പറയില്ലേ, ശരിയാണ് ചിലരുടെ കാര്യത്തിൽ. ആ അനുഭവം എപ്പോഴും മനസ്സിൽ വയ്ക്കും. അപ്പം ആരെയും പിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. എന്നാൽ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുകയുമില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിയോടും അത്രയേ ഉള്ളൂ.
ഈ തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാര്യം എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവ് ടോക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ റിലീസിങ് പെയിൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തേർഡ് പാർട്ടിയോടല്ല, ഈ പേഴ്സണിൻ്റെ ഉള്ളിലുള്ള വേദനകൾ മറക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഒരു ഫ്ലീറ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഫ്ലേർട്ട് ചെയ്യുക, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പൊക്കോട്ടെ, വേറെ ആളെ നോക്കാം എന്നൊരു മൈൻഡാണ്. ഇവിടെ തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണിൻ്റെ മനസ്സിലേക്ക് കുറേ നെഗറ്റീവ്, ചില സമയത്ത് ഈ പേഴ്സൺ ഭയങ്കര ഡള്ളാവും, ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകും. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. എന്നുവെച്ചാൽ ആരോടും പറയില്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി പുറത്താരും അറിയില്ല, കാരണം വളരെ കുറച്ച് സംസാരിക്കുന്ന എനർജിയാണ്. അപ്പം ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഈ പേഴ്സൺ വെക്കുന്നത്. അപ്പോൾ ഈ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യം, കാരണം പലരോട് സംസാരിക്കുമ്പോൾ സമയം പോകും, പിന്നെ നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇതില്ല. എന്നാൽ ഈ സിറ്റുവേഷനിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പേഴ്സൺ എപ്പോഴും സെൽഫ് ഡെവലപ്മെൻറ്റിന് ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സൺ. ഓക്കെ, അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുന്നത്. എന്താണ് തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ഉദ്ദേശം? തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഈ പേഴ്സന്റെ? ഈ പേഴ്സൺ ഒരു ഇന്നർ ജോയ് ഇല്ലാത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ മനസ്സിനൊട്ടും സന്തോഷമില്ലാത്ത ഈ പേഴ്സൺ ഒരു പ്രോജക്റ്റ് തുടങ്ങി. ആ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം വളരെ എക്സൈറ്റഡ് ആയിരിക്കും. അതുവരെ ഊണും ഉറക്കവും ഇല്ലാതെ ആ ജോലിയുടെ പുറകെ നടക്കും. അത് തീർന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല, ശൂന്യത. ഇത് നമ്മൾ ഈ വെഞ്ചിയൻസ് എന്ന് പറയില്ലേ, പ്രതികാരവും അതുപോലെ തന്നെയാണ്. നമ്മൾ പ്രതികാരം ചെയ്യുന്നവരെ പ്ലാൻ ചെയ്ത് അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം അവസാനിച്ച് കഴിയുമ്പോൾ പിന്നെ വെറുതെ ശൂന്യതയാണ്, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ പേഴ്സൺ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഒരു പ്രോജക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് വേറൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇൻറ്റൻഷൻ ഇതാണ്. പേഴ്സൻ്റെ ഉള്ളിൽ ശൂന്യമാണ്, മനസ്സിലായോ? വികാരങ്ങളില്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ ശൂന്യതയെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ എപ്പോഴും ഓരോ റിലേഷൻഷിപ്പിൽ കയറുന്നത്. എന്നിട്ട് എന്ന് വെച്ചാൽ മനസ്സിൽ ഈ പേഴ്സണ് പുറമേ അല്ലെ, കരിയറിൽ ഈ പേഴ്സണ് എയിമുണ്ട്. ഇന്നതാവണം, ഇത്ര പൈസ ഉണ്ടാക്കണം, ഇന്ന കാറ് മേടിക്കണം, എല്ലാം പ്ലാനിങ് ആണ്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഈ പേഴ്സണൊരു എയിമില്ല. ആരെ വിവാഹം കഴിക്കണം, അവരുമായിട്ട് എങ്ങനെ ജീവിക്കണം, ആ ഒരു ഇതേ ഇല്ല. മനസ്സിലായോ? പേഴ്സൺ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു എനർജിയാണെന്നാണ് കാണിക്കുന്നത്. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. കരിയറാണ് ഈ പേഴ്സൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ പേഴ്സൺ ഒന്നുമില്ല. റിലേഷൻഷിപ്പൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ തേർഡ് പാർട്ടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. തേർഡ് പാർട്ടിയുടെ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത്രയും കാലം അവരുടെ കൂടെ നിൽക്കുക, പിന്നെ അവരിൽ നിന്നൊന്നും പഠിക്കാനില്ല, അവരിൽ നിന്നൊന്നും അറിയാനില്ല, അവരിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു ഇത് അന്വേഷിച്ച് പോകുക. ഇത്രയേ ഉള്ളൂ തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ ഈ പേഴ്സണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പം എന്താണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പം? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? എല്ലാം റിവേഴ്സ് ആണല്ലോ വരുന്നത്. നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ എന്താ പറയുക, നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്വരുമയോടെ പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരാളാവാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്നും സംസാരിക്കുന്ന, ഇവിടെ നോ കോണ്ടാക്ട് പ്രശ്നമൊന്നുമില്ല ഈ പേഴ്സൻ്റെ. പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പലരും പറഞ്ഞ് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സൻ്റെ വായിൽ നിന്ന് ഈ പേഴ്സൺ യെസ് ഓർ നോ, റിലേഷൻഷിപ്പ് ഉണ്ടോ, തേർഡ് പാർട്ടി, ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇതേക്കുറിച്ച് അഭിപ്രായമേ പറയുന്നില്ല ഈ പേഴ്സൺ. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഈ പേഴ്സൺ. പക്ഷേ ഒരു കാര്യവും നിങ്ങളോട് തുറന്ന് പറയില്ല ഈ പേഴ്സൺ. അത് നിങ്ങളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ പരസ്യമാക്കുന്നത് കൊണ്ടായിരിക്കാം, നിങ്ങൾ സീക്രട്ടായിട്ട് വെക്കില്ല എന്നതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളോടൊന്നും പറയാത്തത്, അറിയില്ല. അപ്പോൾ നിങ്ങളൊരു ബാഡ് ചോയ്സ് ആണെന്നും കൂടെ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. അയ്യോ, അത് ഭയങ്കര ഇതാണ്.
ഓക്കെ, ഈ പേഴ്സൺ ഒരു നിങ്ങളെ ചൂസ് ചെയ്തത് തെറ്റായി പോയി എന്നൊരു ചിന്ത ഈ പേഴ്സണിന്റെ മനസ്സിലുണ്ട്. പിന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കര എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്താ പറ്റിയത്? നിങ്ങൾ തമ്മിൽ ഇപ്പോഴും റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനോ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുമായിട്ട് ഇടപെടാനോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണിന്റെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും, ഡിവോഴ്സ് ഒന്നും പോവില്ല ഈ പേഴ്സൺ. പക്ഷേ നിങ്ങൾ വെറും റിലേഷൻഷിപ്പിലാണ്, കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയും. പേഴ്സൺ നിങ്ങളോട് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചറിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന്, കേട്ടോ. ഓഹോ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. മൂവ് ഓൺ ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളോട് പറയും. ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല, ഇതിൻ്റെ റിലേഷൻഷിപ്പിൽ നിന്ന് മുമ്പോട്ട് പോകണം, ഇത് ശരിയാവില്ല എന്ന് പേഴ്സൺ തുറന്ന് പറയും നിങ്ങളോട്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ? ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഓക്കെ, നിങ്ങളോട് തുറന്ന് പറയുകയാണ് ചെയ്യുക ഈ പേഴ്സൺ. നോക്ക്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യില്ല എന്ന് ഈ പേഴ്സൺ പറയും നിങ്ങളോട്. അതാണ് ഈ പേഴ്സൺ ടെൻഷനിലാണ്. ഇതിപ്പോൾ നിങ്ങളോട് തുറന്ന് പറയണം, മനസ്സിലായോ? തുറന്ന് പറയാൻ മടിയില്ല, അത് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് തരാമെന്നും ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല. വിളിക്കുമ്പോൾ ഫോൺ എടുക്കും, നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ എന്തെങ്കിലും ആ പേഴ്സണ് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് വെക്കുമായിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ്, മനസ്സിലായോ? ഓവറായിട്ടുള്ള ഇമോഷൻസ് കാണിക്കുക, ഓവറായിട്ടുള്ള സ്നേഹം കാണിക്കുക, ആ പരിപാടിയൊന്നുമില്ല. കല്യാണം ഫിക്സ് ചെയ്യുക, നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം, എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുമോ, ഇങ്ങനത്തെ ഡയലോഗൊന്നുമില്ല. വളരെ നോർമലായ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കാരണം നിങ്ങൾ ചിലപ്പോൾ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം കല്യാണം കഴിക്കണം, വീട്ടിൽ വന്ന് സംസാരിക്കണം, എനിക്ക് കല്യാണാലോചന വരുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാർ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു, അപ്പം ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പേഴ്സൺ അത് മനസ്സിൽ തീരുമാനിക്കും. ഇപ്പോൾ ഇവർ വളരെ കാൽക്കുലേറ്റീവായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. വിവാഹം കഴിക്കുന്ന ആൾ വളരെ ക്ലിയർ ആയിട്ട് ഇവർക്ക് അറിയാം എങ്ങനത്തെ ആളെയാണ് ഇവർക്ക് വിവാഹം കഴിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുമോ എന്നാണ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരുത്തരെയും. അത് മാച്ച് ചെയ്യില്ല എന്ന് അറിയുമ്പോൾ പിന്നെ അതിന് വെറുതെ സമയം സ്പെൻഡ് ചെയ്യില്ല, അവർ മൂവ് ഓൺ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ തിരിച്ചു വരുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവർ മൂവ് ഓൺ ചെയ്താൽ പിന്നെ അവരിക്കലും തിരിച്ചു വരില്ല. അങ്ങനത്തെ. അപ്പോൾ ഈ പേഴ്സൺ അതാണ് ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണിന്റെ ലൈഫിൽ മനസ്സമാധാനവും ബാലൻസും കൊണ്ടുവരണമെന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് സ്ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സാജിറ്റേറിയസ്, ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല നിങ്ങൾ തമ്മിൽ. ലീബ്ര, അക്വാരിയസ്, ഏരീസ്. സാജിറ്റേറിയസിനാണ് കണ്ടത്. ഓക്കെ, ഒരു മാരേജിന്റെ പോസിബിലിറ്റി ഇവിടെ ഇല്ല, അതാണ് കണ്ടത്. കമ്മിറ്റ്മെന്റ് കിട്ടാൻ ഒരു വഴിയില്ല അവിടെ. ഇതാണ് രണ്ടാമത്തെ റീഡിംഗ്. ഞാൻ സോഡിയാക് സൈൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകേണ്ടത്. ഭവാനി. ഓക്കെ, മൂന്നാമത്തെ കാർഡ് റീഡിംഗ് ആണ്. ഇനി ഓറക്കിൾ മെസ്സേജസ് ആണ് നോക്കുന്നത്. സ്പിരിച്വൽ ഓറക്കിൾ നോക്കാം ആദ്യം. ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ. ഒന്നുകൂടെ ഷഫിൾ ചെയ്യണമെന്ന് തോന്നുന്നു. ഇവിടെ രണ്ട് കാർഡാണ് വീണത്. ഒന്ന് പുതിയൊരു തുടക്കം ആവാം എന്നാണ് പറയുന്നത്. കാരണം
പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, മാറിയിട്ടുണ്ട്, പുതിയൊരു തുടക്കമാകാം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്നത് നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി ജിപ്സി ഓറക്കിൾസ് നോക്കാം നമുക്ക്. ഭഗവാനെ, ദേവിയമ്മേ, മഹാമായ വീണില്ല, നമുക്കെടുത്ത് നോക്കാം. ഈ കാർഡ് എപ്പോഴും വരുന്നുണ്ട്. സർപ്രൈസ്, സായി, നെടുവീർപ്പിടുക, പിന്നെ ഒരു മെർച്ചൻ്റ്, ഒരു ബിസിനസ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഉള്ളതൊരു യങ് വുമൺ ആണ്, യങ് വുമണിനെ കാണിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ കാണിക്കുന്നുണ്ട്. പ്ലഷർ സീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു മെസ്സഞ്ചർ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ ഒരു ലവിനെ കുറിച്ചുള്ള മെസ്സേജും ഒരു റീയൂണിയനും ഉണ്ട്. ബാക്കിയെല്ലാം അതിനോട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളൊരു ബിസിനസ്സുകാരനോ ഒരു ട്രാവലറോ ആയിരിക്കാം. ഇത്രയും കാർഡ്സാണ് കാണിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഈ പേഴ്സൺ നെഗറ്റീവ് ഗോസിപ്പ് കൊടുക്കുന്ന പോലെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വളരെ ചീത്തയായിട്ട് സംസാരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഗുണമില്ലാത്ത കാര്യങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച്, എന്നുവെച്ചാൽ നിങ്ങളെ ഡീഫെയിം ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊള്ളില്ല, നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരസ്യമാക്കാൻ പാടില്ല. കാരണം റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നമ്മൾ ഭയങ്കര പേഴ്സണലാണ്. അപ്പോൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, പല കാര്യങ്ങളും മീൻസ് നടക്കാറുണ്ട്. അതൊന്നും പരസ്യമാക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അതൊരു ഫാഷനായിട്ട് വരുന്നുണ്ട്. അതിൽ വലിയ വിജയം കണ്ടെത്തുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഒരാളെ എത്രയും നാണം കെടുത്താമോ അത്രയും നാണം കെടും. പക്ഷെ കൂടെ നമ്മൾ നാണം കെടുന്നുണ്ട് എന്നൊരു വിവരമില്ലാത്ത ഒരു എനർജി പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പേഴ്സൻ്റെ ക്ലാരിഫിക്കേഷനാണ്? ഹെർമിറ്റ് ആണ്, ഹെർമിറ്റ്. അതുപോലെ ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഉദ്ദേശം നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെക്കുറിച്ചല്ല ഗോസിപ്പ് കൊടുക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ ആരെയെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ട്, ന്യൂസ് പുറത്ത് വിടുന്നുണ്ട്. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട്, വിവരമില്ലായ്മയാണെന്ന് പറയും, അത് വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, നിങ്ങളെ ഡിഫെയിം ചെയ്യാൻ പോകുന്ന പോലെ. അപ്പോൾ പക്ഷേ ആ പേഴ്സൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് സ്നേഹം തരിക, അല്ലെങ്കിൽ ഇപ്പം ആരെക്കുറിച്ചാണോ ഈ പേഴ്സൺ അനാവശ്യം പറയുന്നത് അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക, അവരെ വേറെ ആരും സ്നേഹിക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. വെർഗോ സോഡിയാക് സൈൻ ആണ് അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്?
പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം. ഭയങ്കര സീക്രട്ടീവാണ് ഈ പേഴ്സൺ. പക്ഷെ നല്ല ഉദ്ദേശമാവാൻ വഴിയില്ല നിങ്ങളോടും. നോക്കാം. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ ധനികനായ ഒരു എനർജിയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പം. അബാൻഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെ. അപ്പോൾ ഈ പേഴ്സൺ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിൽക്കുകയാണ്. കിങ് ഓഫ് സ്വേർഡ്സും കിങ് ഓഫ് പെൻറ്റക്കിൾസും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് രണ്ട് എനർജീസ് ആയിരിക്കാം. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ വേറൊരു എനർജിയും കൂടെ ഉണ്ടാവാം ചിലപ്പോൾ. മനസ്സിലായോ? രണ്ടുപേരും, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും മാരീഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ വളരെ ധനികനായ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിലുള്ളത് ഇത് ചിലപ്പോൾ ഒരാളുടെ തന്നെ രണ്ട് എനർജി ആയിരിക്കും. പണമുള്ള ഒരാൾ, വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ സംശയം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാലും തേർഡ് പാർട്ടിയോട് പാഷൻ ഉണ്ട്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ പാഷൻ മാത്രം പോരാ, ട്രസ്റ്റും കൂടെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി നമ്മളുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് പണി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ തേർഡ് പാർട്ടിയെ കൊണ്ട് നമുക്ക് ഗുണമില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന്, തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഒരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഇത് വളരെ പാഷനറ്റ് ആണ് തേർഡ് പാർട്ടിയോട്. പക്ഷേ അവിടെ വിശ്വാസമില്ല, സ്നേഹം ഒട്ടുമില്ല. മനസ്സിലായോ? കാരണം എത്രയൊക്കെ നമ്മൾ ഒരാളെ പ്ലീസ് ചെയ്യാൻ നോക്കി, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പറ്റിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നത്, പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത്? ഈ പേഴ്സൺ ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഒരാളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അല്ലാതെ തേർഡ് പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഹാപ്പി ഒന്നും അല്ല. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും അല്ല. മനസ്സിലായി? എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയതല്ല. ഇവിടെ ആ റിലേഷൻഷിപ്പിലുള്ള ആളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ലിയോ സോഡിയാക് സൈനാണ്. ഒരാളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അല്ലാതെ തേർഡ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ഈ പേഴ്സൺ തുടങ്ങിയെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം? തേർഡ് പാർട്ടിയോട് ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണൽ പെയിനിലാണ്. അത് നിങ്ങൾ കൊടുത്ത പെയിനാണോ? എന്തായാലും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പുതിയ പുതിയ വഴികൾ ഈ പേഴ്സൺ കണ്ടെത്തുന്നുണ്ട്. അപ്പം നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലാണോ ഈ പേഴ്സണ് പെയിൻ വന്നത്, ഇപ്പം ആൾക്കാർ വേദനിപ്പിച്ചത്, ആ വേദനിപ്പിച്ച ആൾക്കാർക്ക് ഒരു വലിയൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു വേദന കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം എന്താ പറയുക, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ അവിടെ സ്റ്റേ ചെയ്യണം എന്ന് വിചാരിച്ച് പോയതല്ല. ഇതൊരു ബ്രേക്കാണ്. ഒരാളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൺ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത് ആ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ അറിയേണ്ട ആളുകളെല്ലാം അറിഞ്ഞു, അവരുടെ റിയാക്ഷൻ എല്ലാം ഈ പേഴ്സൺ കണ്ടു. ആരെയാണോ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചത് ആ പേഴ്സൺ വേദനിച്ചു എന്നും ഈ പേഴ്സൺ അറിയാം. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതേ ഉദ്ദേശം ഉണ്ടായിരുന്നു. നിങ്ങളെ ഒന്ന് ഞെട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ പേഴ്സണെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? നമുക്ക് നോക്കാം. നിങ്ങളെ വേദനിപ്പിക്കാനാണോ ഈ പേഴ്സൺ നോക്കിയത്? ആരോടോ ഈ പേഴ്സണ് സ്നേഹമുണ്ട്, ആരോടോ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ
നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല. മനസ്സിലായി? പേഴ്സൺ ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന്. ഇതിനെക്കുറിച്ചിട്ടുള്ള പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, നിങ്ങൾക്ക് സെൽഫ് കെയറിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് ആരുടെയും പൈസ വേണ്ട എന്ന് നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ബന്ധുക്കളും എല്ലാമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. അതാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളായിട്ടുള്ള ഒരു ഫീലിങ്സിനെ കുറിച്ച് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ വേറെ ആരോടെങ്കിലും സ്നേഹമുണ്ടാകും, വേറൊരു റിലേഷൻഷിപ്പ് ഈ പേഴ്സണൽ ലൈഫിലുണ്ട്. മനസ്സിലായോ? നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ ഫീലിങ്സിൽ ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോഴും. എങ്ങനെയാണോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയത്, അതേ ഫീലിങ്സ് എന്തുകൊണ്ടാണോ പോയത് അതേ ഫീലിങ്സ് തന്നെയാണ് നിങ്ങളോട് ഇപ്പോഴും ഉള്ളത്. അതിലൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇവിടെ ആരെയാണ് സ്നേഹിക്കുന്നത്? ഈ പേഴ്സണ് സ്നേഹമുണ്ട് ഒരാളോട്. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ? നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് അയാളോട് വെറുപ്പാവും. ഉടക്കി കഴിയുമ്പോൾ നമുക്ക് വെറുപ്പില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആരെയാണ് സ്നേഹിക്കുന്നത്? ഇവിടെ ഹെർമിറ്റ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് മാത്രമേ ഇതായിട്ട് വന്നിട്ടുള്ളൂ. ഇവിടെ വെർഗോ പൈസസ്. വെർഗോ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പൈസസും വെർഗോ ആണ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ പേഴ്സന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഈ പേഴ്സൺ പരിചയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകണം എന്നൊരു ചിന്ത ഈ പേഴ്സണ് ഉണ്ട്. ഇപ്പം തൽക്കാലത്തിലേക്ക് ഒരു ആക്ഷനും എടുക്കുന്നില്ല, ഇതിന് സമയമായിട്ടില്ല എന്നാണ്. ഈ പേഴ്സൺ ഒരു എയിം ഉണ്ട്, എന്തോ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസിനെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇതൊരു എനർജി ആയിരിക്കാം, ചിലപ്പോൾ അതൊരു വിശ്വാസമായിരിക്കാം ഈ പേഴ്സന്റെ. നമുക്ക് ചില കാര്യത്തിൽ ഭയങ്കര പാഷനാണല്ലോ. വെർഗോസിന് പൊതുവെ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെർഗോ ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ വെർഗോസിന് പൊതുവെ വളരെ പാഷനറ്റ് ആയിട്ട് ഒരു കാര്യത്തിൻ്റെ എയിം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്നവരാണ് വെർഗോസ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു എയിം ഉണ്ട്, അതിൻ്റെ പുറകെയാണ് ഈ പേഴ്സൺ പോകുന്നത്. വേറെ ഒന്നും ഈ പേഴ്സണ് ബാധകമല്ല എന്നാണ് പറയുന്നത്. നോളജിൻ്റെ പുറകെ ആവാം, ജ്ഞാനത്തിന് പുറകെ ആവാം, ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരിക്കാം ശ്രമിക്കുന്നത്, എന്തുമാവാം. എന്തായാലും ഈ പേഴ്സൺ ഇപ്പം ആരോടും അധികം ബന്ധം സ്ഥാപിക്കാനോ ബന്ധം വെക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാത്തിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്ന് സൗണ്ടാണ് കേട്ടത്, ബ്രേക്കിൻ്റെ. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു പ്ലാനും ഇല്ല, ഇപ്പോൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല ഒന്നിനും വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഈ പേഴ്സണെ മനസ്സിലുള്ള കാര്യങ്ങൾ ഈ പേഴ്സണ് മുമ്പോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ പുറകെയുള്ള ചിന്തകളാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ റീഡിങ് കഴിഞ്ഞ പ്രാവശ്യം അത് ഏതോ ഒരു റീഡിങ്ങിൽ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആരുടെ എനർജിയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് റീഡിങ്. ഇത് അവസാനത്തെ റീഡിംഗ് ആണ്. ഇത് വെർഗോ പൈസീസ് കണ്ടോ, ഇത് ഭയങ്കര റിപ്പീറ്റേഷൻ വരുന്നതുണ്ടോ. പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ലിയോ. ചില റീഡിങ്സേ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരും അല്ലേ. ജനറൽ റീഡിംഗ് ആണെങ്കിൽ ഇത് കണ്ടിന്യൂവേഷൻ ആണ് ഏതോ ഒരു റീഡിങ്ങിന്. എനിക്ക് ഓർമ്മയില്ല, ഇത് കുറേ റീഡിങ് എടുക്കുന്നതുകൊണ്ട് ആരുടെ റീഡിംഗ് ആണെന്ന് ഓർമ്മയില്ല. വെർഗോ ആണിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിംഗ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സേഫായിട്ടിരിക്കുക. പ്രശ്നങ്ങളുണ്ട് ഇഷ്ടംപോലെ ലോകത്ത്, നമ്മളുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പെടാതെ വളരെ ശ്രദ്ധയോടെ ജീവിക്കുക. എല്ലാവർക്കും നന്ദി. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.